പീതാംബരം ഗരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. തീരെ ഞാൻ മധുസൂദന വാര്യർ. ഇതിനു മുമ്പേ പറഞ്ഞു വെച്ച ഭാഗം ശ്രീമദ് ഭാഗവതത്തിൽ സപ്തമസ്കന്ധം ആരംഭിക്കുകയായിരുന്നു. അതിൽ എന്തുകൊണ്ടാണ് ഈ ശിശുപാലന് വളരെ പെട്ടെന്ന് മോക്ഷം കിട്ടിയത്, അതുപോലെ തന്നെ പാണ്ഡവന്മാർക്ക് മോക്ഷം കിട്ടിയതുമില്ല. എപ്പോഴും കൃഷ്ണനെ തന്നെ ചിന്തിച്ചുകൊണ്ടും കൃഷ്ണനെ പൂജിച്ചുകൊണ്ടും രാജസൂയ നടത്തിയിട്ടും കൃഷ്ണ ഭക്തി ഉണ്ടായിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് മോക്ഷം കിട്ടാത്തത് എന്നാണ് നാരദൻ സംശയം ഉന്നയിച്ചത്. ശിശുപാലനാണെച്ചാൽ കൃഷ്ണനെ ശകാരിക്കുകയല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് പൂർവ്വകഥയൊക്കെ പറഞ്ഞു കൊടുത്ത വൈകുണ്ഠത്തിൽ നിന്ന് പതിച്ചവരാണ് അവർ. ശത്രുഭാവത്തിൽ ഭഗവാനെ ഭജിച്ച് 3 ജന്മം കൊണ്ട് അവിടേക്ക് എത്തേണ്ട 2 ആളിൽ ഒരാളാണ് ശിശുപാലൻ. കൊണ്ട് മോക്ഷം കൊടുത്തതിൽ ഒരു തെറ്റുമില്ല, ഒന്നും തന്നെ സംശയിക്കാനുമില്ല എന്ന് നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ കൂടിയിട്ടുള്ള അനേകായിരം ആളുകളുണ്ട്, ശ്രോതാക്കൾ, ഭഗവാനും ഉണ്ട്, ധർമ്മോത്തരും ഉണ്ട്, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. ഇപ്പം കാമം കൊണ്ടും ക്രോധം കൊണ്ടും ഐക്യം കൊണ്ടും സൗഹൃദം കൊണ്ടും ഏത് ഭാവത്തിൽ മനസ്സ് കൃഷ്ണനിൽ വന്നാലും മനകൃഷ്ണേ നിവേശയേത്, മനസ്സ് ഭഗവാനിൽ വരെ കൃഷ്ണനെ കൊല്ലണം കൃഷ്ണനെ കൊല്ലണം കൃഷ്ണനെ കൊല്ലണം എന്ന് വിചാരിച്ചാലും മതി, അതിൻ്റെ ഫലം മോക്ഷമാണ് എന്ന പരമതത്വം കൂടി നാരദൻ അവിടെ വ്യക്തമാക്കി. അതിനുശേഷം ഹിരണ്യകശിപുവിൻ്റെ പിന്നത്തെ പ്രവൃത്തികളെ വർണ്ണിക്കുകയാണ്. ഭ്രാതാവായിരിക്കുന്ന ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ട സമയത്തിങ്കൽ വളരെയധികം പ്രതികാരം വിഷ്ണുവിനോട് ആ ഹിരണ്യകശിപുവിന് തോന്നി. ഭ്രാതര്യേവം വിനിഹതേ ഹരിണാ ക്രോഡമൂർത്തിന, വരാഹസ്വരൂപം സ്വീകരിച്ച് തൻ്റെ സഹോദരനെ വധിച്ചതിൽ അത്യധികം അമർഷം പൂണ്ട് ആ ഹിരണ്യകശിപു ശൂലമുദ്യമ്യ സദസ്സിൽ ശൂലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സുരന്മാർ കേൾക്കത്തക്ക വിധം ഇങ്ങനെ പറഞ്ഞു: ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കേൾക്കുകയും ആ വിഷ്ണുവിനെ വധിച്ച് ആ വിഷ്ണുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ സഹോദരന് തർപ്പണം ചെയ്യും. മച്ചൂല ഭിന്നഗ്രീവസ്യ ഭൂരിണാരുതിരേണ വൈ രുതിരപ്രിയം തർപ്പയിഷ്യേ ഭ്രാതരമ്മേ ഗതവ്യഥ. എൻ്റെ ഭ്രാതാവ് ഹനിക്കപ്പെട്ടത് കാരണം ശൂലം കൊണ്ട് വിഷ്ണുവിനെ ഹനിച്ച് ആ രക്തം കൊണ്ട് ഞാൻ എൻ്റെ സഹോദരന് തർപ്പണം ചെയ്യും. പ്രതികാരബുദ്ധിയുടെ ആ ഒരു ഊക്ക്, സർവേശ്വരനാണ്, ഭഗവാനാണ്, കൊല്ലാൻ സാധിക്കില്ല, ആരോടാണ് കളിക്കുന്നത്, ഒന്നും തിരിഞ്ഞും പറഞ്ഞും ഓർക്കാതെ സങ്കുചിതമായ സഹോദര സ്നേഹമാണ് അവിടെ. സങ്കുചിതമായ സഹോദര സ്നേഹം നല്ലതാണ്, പക്ഷേ അത് എപ്പോഴും സങ്കുചിതമാവാൻ പാടില്ല. ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ ഈശ്വരവിരോധത്തോടു കൂടിയുള്ളതോ ആയ സ്നേഹം കൊണ്ട് ഒരു കാര്യവും സാധിക്കില്ല എന്നർത്ഥം. അപ്പം എങ്ങനെയായാലും ആ ഊർജിതമായിട്ടുള്ള ഒരു ഭരണം അവിടുന്ന് അങ്ങോട്ട് നടപ്പാക്കുകയാണ്. ഹിരണ്യാക്ഷൻ്റെ പത്നിയായിരിക്കുന്ന ഋഷാഭാനു പിന്നെ മക്കളൊക്കെ ഉണ്ട്, അവരെയൊക്കെ പോയിട്ട് സമാധാനിപ്പിച്ചു. ശമ്പരം നിഷ്ടം ഭൂതസന്താപൻ മൃഗം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാനുണ്ട്, നിങ്ങൾ അനാഥരല്ല, ഒരു വിഷമവും നിങ്ങൾക്ക് വരാണ്ട് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അവരെ സമാധാനിപ്പിച്ച് പണ്ട് ഉശീധര രാജാവ് മരിച്ചപ്പോൾ പത്നിമാരെയൊക്കെ യമൻ വന്ന് തത്വോപദേശം ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ വലിയ തത്വങ്ങളൊക്കെ ഉണ്ട്. ഹിരണ്യകശിപുവിനും കംസനൊന്നും വിവരമില്ലാത്തവരല്ല അത് വായിച്ചു നോക്കിയാൽ. ഈ ദുഷ്ടന്മാർക്കും രാക്ഷസന്മാർക്കൊക്കെ പലപ്പോഴും വളരെ അറിവുണ്ടാവും. അതൊക്കെ വിദ്യാവിവാദമായ ദുഷ്തർക്കത്തിനാണ് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ.
ഇവിടെ പറയുന്ന പതിച്യുതം തിട്ടതി തിട്ടരക്ഷിതം ഗൃഹേത്തിതം തത് വിഗതം വിനശ്യതി ഒക്കെ ദൈവസങ്കല്പമാണ്. പത്നിയോട്, ഹിരണ്യാക്ഷൻ്റെ പത്നിയോടും പുത്രന്മാരോടും പറയണം, ദൈവസങ്കല്പമാണ് ലോകത്തിൽ നടക്കുന്നത്. പതിച്യുതം എന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ ഒരു രക്ഷാകർത്താക്കളില്ലാത്ത കുട്ടികളുണ്ടാവും, അനാഥർ. അവർ വെയിലും കൊള്ളും മഴയും കൊള്ളും, ഒരു ടൈം ടേബിൾ വെച്ചിട്ടുമല്ല ഭക്ഷണം കഴിക്കുക, ഒരു ദിനചര്യ അവർക്കില്ല കൃത്യമായിട്ട്. പക്ഷെ അവർക്ക് യാതൊരു അസുഖവും കാണുന്നില്ലാവോ. അപ്പോൾ ദിവസേന ഡോക്ടറെ കാണിക്കലും ഹോർലിക്സും കോംപ്ലാനും കൊടുക്കലും കുട്ടിയെ ശ്രദ്ധിക്കലും മരുന്ന് കൊടുക്കലും ആയവരെന്നും അസുഖമായിട്ടും കാണും. ജലദോഷം വിട്ടു മാറിയിട്ടുള്ള ഇതുണ്ടാവില്ല, ദിവസം ഉണ്ടാവില്ല, കാലം ഉണ്ടാവില്ല, അവർക്ക് സമയം, അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല, എപ്പോഴും അസുഖമാണ്. അപ്പം നമ്മുടെ രക്ഷാകർത്തൃത്വമല്ലല്ലോ ഓരോ കുട്ടിയുടെയും അല്ലെങ്കിൽ ഓരോ ജീവൻ്റെയും രക്ഷ നിശ്ചയിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, പ്രപഞ്ചം മുഴുവൻ ദൈവാധീനമാണ്. ദൈവാധീനം ജഗൽ സർവം ഒക്കെ ഈശ്വര നിശ്ചയമാണ്. അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോൾ വിവരമുണ്ട്. ഹിരണ്യേശ്വരന് എന്ത് വിവരം നോക്കൂ. എന്നാൽ ഈശ്വരനോട് വിരോധം വയ്ക്കാൻ പാടുമോ? അപ്പം തൻ്റെ വിവരമൊക്കെ എവിടെ പോയി നിശ്ചയില്ല. അങ്ങനെ വളരെ ഒക്കെ അഹങ്കാരപൂർവമായിട്ട് ആ വിഷ്ണുവിനോട് പകരം വീട്ടാൻ ആദ്യം വേണ്ടത് തപശക്തിയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. തപശക്തി ഏതിനും വേണം, ബാഹ്യശക്തി മാത്രം പോരാ പലതിനും എന്നാണ്. അപ്പം അതൊക്കെ അറിയാനുള്ള ബുദ്ധി ഉണ്ട്. ഇനി സതേപേ മന്ദരപർവ്വതത്തിൽ അതിഗംഭീരമായിട്ടുള്ള തപസ് ആരംഭിച്ചു. തപപരുമദാരുണം ഊർദ്ധബാഹുർനഭോദൃഷ്ടി. രണ്ട് മൂക്കിൻ്റെ, അതായത് ഒരു മൂക്കിൻ്റെ അറ്റത്തേക്ക് രണ്ട് കണ്ണും ഏകാഗ്രമായിട്ട് പിടിക്കുക. അതാണ് ഈ ധ്യാനത്തിലത്തെ വേണ്ട ദൃഷ്ടി എന്നാണ്. അങ്ങനെ വെച്ചാൽ ഏകാഗ്രത കൂടും. അങ്ങനെ ഊർദ്ധബാഹു, രണ്ട് കൈകൾ മുകളിലേക്ക് തൊഴുത് ഒക്കെ ആരോഗ്യപരമായിട്ടും കൂടി നല്ല ഒരു പോസാണ് എന്നാണ്. ഈ രണ്ട് കൈ മേപ്പെട്ട് പിടിക്കുക. എക്സസൈസിലും ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളൊക്കെ. പണ്ട് ഈ തപസ്സും ഈശ്വരകാര്യം അടക്കം ഈ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പല ചിട്ടകളും പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഏതായാലും പാതാങ്കുട്ട ആശിതാവനി, ഒരു കാല് മാത്രം ഭൂമിയിൽ ഊന്നി മറ്റേ കാല് പൊന്തിച്ച് അതിഘോരമായിട്ടുള്ള തപസ് ചെയ്യണം എന്നാണ്. അങ്ങനെ ചെയ്തോട്ട് തസ്യ മൂർധന സമുദ്ഭൂതസ്സ ധൂമോഗ്നി തപോമയ, തപസ്സിൻ്റെ ശക്തി കൊണ്ട് ശിരസിൽ നിന്ന് പുക ഇങ്ങനെ വരാൻ തുടങ്ങിയതാണ്. തീവ്രമായിട്ടുള്ള ചൂടുണ്ടാവും, തപസ് ചൂടാവും ശരീരമാകി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ദേവന്മാരെല്ലാം അല്ലാതെ അസ്വസ്ഥരായി. കഠോരമായിട്ടുള്ള തപസ് ചെയ്യുമ്പോൾ പലർക്കും അസ്വസ്ഥത ഉണ്ടാവുന്നതാണ്. ധ്രുവൻ്റെ തപസ് കൊണ്ട് ശ്വാസതടസ്സം വന്നല്ലോ. അപ്പോൾ അവരെല്ലാം ബ്രഹ്മാവിനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ വിദ്വാനൊരു വരം കൊടുത്തിട്ട് ഈ തപസ്സൊന്നും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആർക്കും തന്നെ ബ്രഹ്മദേവ ഇനി ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. പോയി നോക്കുക എന്നും പറഞ്ഞ് ബ്രഹ്മദേവൻ വന്നപ്പോൾ കണ്ടത് എന്താണ്? ഒരു അസ്ഥി കൂടാണ് കണ്ടത്. ശരീരം മുഴുവനെ ചെതലെറുമ്പ് തിന്നിരിക്കണം. അവിടെ ഇവിടേക്ക് ഓരോ മാംസം, ബാക്കിയൊക്കെ അസ്ഥി മാത്രമായിട്ടാണ് കണ്ടത്. വേഗം ബ്രഹ്മാവ് തൻ്റെ കമണ്ടലിൽ നിന്ന് കുറച്ച് തീർത്ഥജലം എടുത്തിട്ട് ആ ശരീരത്തിലേക്കാണ്ട് തളിച്ചു. അപ്പോൾ ഉത്തിത തപ്തഹേമാഭോ, നല്ല സ്വർണ്ണ നിറത്തിലുള്ള ഒരു ശരീരം, നല്ല ശരീരമായിട്ടാണ് മാറുകയാണ്. തിഷ്ടോ തിഷ്ടഭദ്രം ദേ തപസിദ്ധോസി കാശ്യപ, ഏ അസുര കശ്യപ എന്ന് വിളിക്കുകയാണ്. തപസ്സൊക്കെ മതിയാക്കൂ, ഇനി അവിടുന്ന് എഴുന്നേൽക്കൂ, ഞാൻ സന്തോഷിച്ചിട്ട് വരം തരാനായിട്ട് ഇതാ എത്തിയിരിക്കുന്നു. എന്താണ് അങ്ങേക്ക് വരം വേണ്ടത്? ഈ മാതിരി ഒരു തപസ് ഋഷിമാർ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങേക്ക് എന്ത് വേണം എന്ന് ചോദിച്ചാൽ ഞാൻ തരാം. ഇത് പറഞ്ഞപ്പോൾ ഹിരണ്യേശ്വു പറഞ്ഞു, മരിക്കാതിരിക്കാൻ ഒരാൾക്കും ഒരാളോട് വരം ചോദിക്കാൻ പാടില്ല. അത് നിയമമാണ്. കൊടുക്കൂല, ചോദിക്കൂല, ചോദിക്കാൻ പാടില്ല, അറിവുള്ളവർ ചോദിക്കൂല. അപ്പോൾ ഹിരണ്യേശ്വരന് മരിക്കാതെ ഇരിക്കും വേണം, ആണല്ലോ ആഗ്രഹം. അപ്പോൾ എന്ത് ചെയ്തു? ചില പ്രത്യേക വിധത്തിലൊക്കെ ഞാൻ മരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചും വരം ചോദിച്ചിട്ടുള്ള കുറേ കഥകൾ നമുക്കറിയാം. താരകാസുരൻ ശിവൻ തപസ്സിലായിരുന്ന സമയത്ത് ശിവൻ്റെ പുത്രനെ കൊണ്ടേ കൊല്ലാൻ പാടൂ. അതെ, ഒന്നും കൂടി ചോദിച്ചാൽ 7 ദിവസം പ്രായമായിട്ടൊരു കുട്ടിക്ക് തന്നെ കൊല്ലാൻ പാടും. 7 ദിവസമായി, മാസം കൂടിയല്ല കൊല്ലം കൂടിയല്ല, അങ്ങനെ ഒരു കുട്ടി തന്നെ കൊല്ലുമോ? അപ്പോൾ അവത്യനായി എന്നാണ് താരകാസുരൻ വിചാരിച്ചത്. അങ്ങനെ കുറേ ഉണ്ട്, ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഇവിടെ
കുറച്ചും കൂടി സങ്കീർണമായിട്ടുള്ള ഒരു വരമാണ് ചോദിച്ചത്. അങ്ങയാൾ സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയും എന്നെ കൊല്ലരുത്. അതന്നെ മതി ശരിക്കും വരച്ച. പിന്നെ ഒരാൾക്കും തന്നെ കൊല്ലാൻ പറ്റില്ല. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയില്ലാണ്ട് ഈ ലോകത്തിലുണ്ടോ? എന്നാലും ഒന്നും കൂടി വഴി അടയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു, ഒരു കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തും വെച്ച് ഞാൻ വധിക്കപ്പെടാൻ പാടില്ല. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയില്ലാണ്ട് ലോകത്തിലില്ല, അതെന്നെ മതിയെങ്കിലും ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്. ഒരു കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തും വെച്ച് ഞാൻ കൊല്ലപ്പെടാൻ പാടില്ല. ആകാശത്തും ഭൂമിയിലും വെച്ചിട്ട് ഞാൻ കൊല്ലപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ രാവും പകലും കൊല്ലപ്പെടാൻ പാടില്ല. രാത്രിയും പറ്റില്ല, പകലും പറ്റില്ല. ജീവനുള്ള വസ്തുക്കളെ കൊണ്ടോ ജീവനില്ലാത്ത വസ്തുക്കളെ കൊണ്ടോ ഞാൻ കൊല്ലപ്പെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ കുറേ വരം ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു. ഏത് കാര്യം നടക്കണമെങ്കിലും ദേശവും വേണം, കാലവും വേണം, കർത്താവും വേണം. വിവാഹം ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയ ആദ്യം ചോദിക്കുക എന്താ? ആരുടെയാ? വരണും അതും വേണമല്ലോ. പിന്നത്തെ ചോദ്യമാണ് എന്താ? എന്നാ? സമയം വേണം, മുഹൂർത്തം. എവിടെ വെച്ചിട്ടാ? ഏതാ ഓഡിറ്റോറിയം അല്ലെങ്കിൽ അമ്പലം? അപ്പോൾ ദേശം, കാലം, കർത്താവ്, ഈ മൂന്നെണ്ണം ഇല്ലാണ്ട് ലോകത്തിൽ ഒന്നും നടക്കില്ല. ഇവിടെ അത് മൂന്നിനെ അതിക്രമിച്ചു വരത്തിൽ കൂടെ ഹിരണ്യകശിപു. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി അല്ലാത്തൊരു സൃഷ്ടി തന്നെ കൊല്ലില്ല, ഉറപ്പായില്ലേ? ബ്രഹ്മാവ് വരം കൊടുത്തു. രാവും പകലെന്ന് പറഞ്ഞ സമയം ഒരു കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തും പാടില്ല, ആകാശത്തും ഭൂമിയിലും വെച്ചിട്ടും പാടില്ല. അപ്പോൾ സ്ഥലത്തിനെ അതിക്രമിച്ചു. പക്ഷേ ഈ രാവും പകലും അല്ലാത്തൊരു സമയമുണ്ട്, സന്ധ്യ. പലരും അതിനെ ഓർക്കാറില്ല, ഹിരണ്യകശിപുവിനെ പോലെ. അപ്പം നമ്മളൊക്കെ ഹിരണ്യകശിപുകളാവും. സന്ധ്യ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ മാത്രമല്ല കേട്ടോ. നമുക്കിഷ്ടമുള്ള സന്ധ്യ സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു സന്ധ്യയെങ്കിലും മിനിമം വേണം. എല്ലാ സന്ധ്യയിലും ആയാൽ നന്നായി എന്നേ ഉള്ളൂ. സന്ധ്യയ്ക്ക് സൗകര്യമുള്ളവർക്ക് അങ്ങനെയാവാം. അല്ലാതെ പ്രഭാതത്തിലുള്ള സന്ധ്യ, പ്രഭാത സന്ധ്യ എന്ന് തന്നെയാണ് അതിനും പറയുക. തുല്യ പ്രാധാന്യമാണ്. ഓരോരുത്തരുടെ സൗകര്യം അത്രയേ ഉള്ളൂ. അപ്പം അത് നമ്മൾ ആചരിക്കണം. ഉത്സാഹം രാവിലെ ആയതുകൊണ്ട് പ്രഭാത സന്ധ്യയാണ് തെറ്റാതെ അനുഷ്ഠിക്കാൻ നല്ലത്. കാരണം എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവില്ല, വൈകുന്നേരം ഉണ്ടാവുമോ? പതിക്കലും പാർട്ടിക്ക് പോവും, കടയിലേക്ക് പോവും, ടൗണിലേക്ക് പോവും, സിനിമയ്ക്ക് പോവും, രാവിലെ എവിടേക്കും പോവില്ല. അതുകൊണ്ട് പ്രഭാത സന്ധ്യ, അവ രണ്ട് സന്ധ്യയുണ്ട്. അപ്പം അതിനെ മറക്കരുത് എന്ന് ഹിരണ്യകശിപുവിൻ്റെ കഥയെ കൂടെ നമ്മളെയും കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് എന്ന് അറിവുള്ളവർ പറയും. അതുകൊണ്ട് ഹിരണ്യകശിപുവിന് അബദ്ധം, നാശം സംഭവിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് വധം ഉണ്ടാവണത്. എന്തായാലും ജീവനുള്ള വസ്തുക്കളെ കൊണ്ടോ ജീവനില്ലാത്ത വസ്തുക്കളെ കൊണ്ടോ താൻ വധിക്കപ്പെടാനായിട്ട് പാടില്ല. ബ്രഹ്മാവ് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഹിരണ്യകശിപു വല്ലാത്തൊരു വിജയാഹ്ലാദത്തിലായിപ്പോൾ. ബ്രഹ്മാവിന് 4 തലയുണ്ട്, ഏതൊക്കെ പഠിച്ചു എന്ന് പറയണമെന്നല്ലാതെ ഒരു വിവരവും ഇല്ല ഈ ബ്രഹ്മാവിനെ എന്ന് ചിന്തിച്ചു. എന്താ കാരണം? താനിപ്പോൾ അവധ്യനായിരിക്കണു. ഇങ്ങനൊരു വരം അറിവുള്ളൊരു ഈശ്വരൻ കൊടുക്കുമോ? ഇനി തനിക്ക് ആരെയാണ് കൊല്ലാൻ പറ്റുക? എപ്പോഴാണ് കൊല്ലാൻ പറ്റുക? എവിടെ വെച്ചിട്ടാണ് കൊല്ലാൻ പറ്റുക? തുല്യെങ്കിൽ കൊല്ലൽ നടക്കുമോ? അപ്പോൾ ഒരാളിൽ നിന്നും തനിക്ക് മരണമില്ല, തനിക്ക് ശത്രു ഇല്ല, തന്നെ ജയിക്കാൻ ആരും ഇല്ല എന്ന വരം അബദ്ധത്തിൽ ബ്രഹ്മാവ് കൊടുത്തിരിക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവിന് അറിവില്ല എന്നും പറഞ്ഞ് പരിഹാസബുദ്ധിയാണ് ഉള്ളിലുണ്ടായത്. വരം കൊടുത്ത ആളോട് തന്നെ പരിഹാസബുദ്ധിയാണ് ഉണ്ടായത്. മരണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഓരോരുത്തരുടെ അഹങ്കാരം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കൂ. നമുക്കൊക്കെ അറിയാമല്ലേ, ഒരു ദിവസം നമ്മുടെ തലയുടെ മുകളിൽ നിലവിളക്ക് കൊളുത്തി വയ്ക്കുമെന്നും ചിലരൊക്കെ വന്ന് പ്രദക്ഷിണം വയ്ക്കുന്നതും കാല് തൊട്ട് തലയിൽ വയ്ക്കുന്നു, അല്ലെങ്കിൽ ചില്ലിൻ്റെ കൂട്ടിൽ അപ്പൊക്കെ കിടപ്പ് കുറച്ചധികം കിടക്കട്ടെ എന്നാണ്. ഇത് എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നിട്ട് തന്നെ നമ്മുടെ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? അറിവിൻ്റെ ഭാവത്തിൽ, സൗന്ദര്യത്തിൻ്റെ ഭാവത്തിൽ, ഞാൻ ചെറുപ്പക്കാരനാണ്, എനിക്ക് ചെറുപ്പമാണെന്ന ഭാവത്തിൽ, നാളെ ഇവർക്ക് വയസ്സാവുന്ന ചിന്തയുണ്ടോ? പലർക്കും, എല്ലാവർക്കും വരണത് തന്നെയാണ് ഈ അവസ്ഥകൾ എന്ന വിചാരമില്ലാണ്ട് അഹങ്കരിച്ച് സൗന്ദര്യം, യൗവനം, ധനം, അറിവ്, ഇല്ല തൻ്റെ പ്രത്യേക കഴിവുകൾ, ഇതിലെല്ലാം അഹങ്കരിക്കുന്ന മനുഷ്യൻ മരണമുണ്ട് എന്നറിഞ്ഞിട്ട് തന്നെ അഹങ്കരിച്ചാൽ, മരണമില്ല എന്ന് തോന്നിയാൽ പിന്നെ എന്തൊക്കെ കാട്ടും?
അതിൽ ശ്ലോകം തന്നെ ഉണ്ടേ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മർക്കടസ്യ സുരാപാനം. പൊതുവേ വാനരന്മാർ ചാബല്യമുള്ളവരാണ്. അത് ലേശം കഴിക്കുകയും കൂടിയും ചെയ്താലോ. പിന്നെയോ അതിലിടയ്ക്ക് അപസ്മാരം ബാധിക്കുക. തൻ മധ്യേ വൃശ്ചിക ദംശനം, ഒരു തേളും കൂടിയാണ് കുത്തിച്ചാലോ. പിന്നെ അത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക അല്ലേ. ചാട്ടവും കളിയും ആയിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടും. പൊതുവേ ചാബല്യം. അതിലിടയ്ക്ക് തന്മധ്യേ വൃശ്ചിക ദംശനം, സുരാപാനമുണ്ട്, അപസ്മാരവും ബാധിച്ചാൽ അതേപോലെയാണ് യൗവന്യമുള്ളവർക്ക് അഹങ്കാരം ബാധിച്ചു, മരണമില്ല എന്നും കൂടി തീരുമാനമായപ്പോൾ ഹിരണ്യകശിപു കാട്ടിക്കൂട്ടി ഇത് എന്ന് പറയുകയാണ്. ദുസ്സഹമായ ഒരു ഭരണം, കട്ടിച്ചിപ്പത്തേക്ക് ഭരണം പോലെയൊക്കെ ആയിട്ടുണ്ട്. എല്ലാ രീതിയിലും ജനങ്ങളെ ദ്രോഹിക്കുക അല്ലേ, പൊതുമുതലുകൊണ്ട് കുടുംബം നന്നാക്കുക, സ്വാർത്ഥത ഉണ്ടാവുക, നിരീശ്വരവാദത്തെ പ്രചരിപ്പിക്കുക, ധാരാളം മദ്യം കഴിക്കുക. എവിടെ നോക്കിയാലും ലഹരി വിരുദ്ധ അല്ലേ ക്യാമ്പയിനാണിപ്പോൾ, ലഹരി വിരുദ്ധ പ്രസ്ഥാനമാണ്. പക്ഷേ ഒറ്റൊന്നും അടയ്ക്കണില്ല. ലഹരി വിൽക്കണ സാധനം അടച്ചാലല്ലേ. ആദ്യം ചെയ്യേണ്ടത് ഈ ഔട്ട്ലെറ്റുകൾ അടയ്ക്കുകയാണ് അല്ലേ. അതാരെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? വരുമാനം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. വരുമാനം ഉണ്ടാക്കാൻ വേണമെങ്കിൽ വേറെ വഴിയൊക്കെ കാണാം. അത്രയും ജനങ്ങളുടെ അതൃപ്തി സമ്പാദിക്കേണ്ട വെച്ചിട്ടാണ് സത്യത്തിൽ. കുടിയന്മാരുടെ അതൃപ്തി സമ്പാദിച്ചാൽ വോട്ട് പോവും. അല്ലാണ്ട് പൈസയൊക്കെ ഗവൺമെൻറ്റിന് വിചാരിച്ചാൽ എങ്ങനെയും ഉണ്ടാക്കാം. അത് പറയണം, അതാണ് പ്രധാന വരുമാനം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തെറ്റിനെ ന്യായീകരിക്കുക, തെറ്റിനെ അനുകൂലിക്കുക. ഈ ലോകത്തിൽ എന്തൊക്കെ തെറ്റുണ്ട് വെച്ചാൽ അതിനെയൊക്കെ അനുകൂലിക്കുന്ന രീതിയിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടോ ഒക്കെ വേണ്ടാത്ത അധർമ്മത്തിന് കൂട്ടുനിൽക്കുക. ഇങ്ങനെ ഹിരണ്യകശിപു ഊർജിത ചണ്ഡശാസനനായി. ധാരാളം മദ്യം കഴിച്ചവരെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ദ്രനെ പോലും തൻ്റെ സ്ഥാനത്ത് നിന്ന് ആട്ടിക്കളഞ്ഞു. ഇന്ദ്രൻ അത്ഭുതപ്പെട്ടു. എന്താണാവോ അങ്ങനെയൊക്കെ അധികാരത്തോട് കൂടിയിട്ട് കയറി വരുന്നത്? അസുരന്മാർക്കുള്ളതല്ലല്ലോ സ്വർഗം. ഇന്ദ്രൻ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, അവിടെ നിന്ന് എണീക്കുക, നീ ഞാൻ പറഞ്ഞിട്ടല്ലാണ്ട് അവിടെ ഇരിക്കാൻ പാടില്ല. വേഗം പറഞ്ഞു, നല്ലൊരു കാർപ്പറ്റ് കമ്പളം കൊണ്ടുവരൂ, ആ പൊടിയൊക്കെ തട്ടി ആ പഴയ വിരിയൊക്കെ മാറ്റി സുഖമായിട്ട് നല്ലൊരു വിരി വിരിക്കുക, ഞാനാണ് ഇനി അവിടെ ഇരിക്കാൻ. ഇന്ദ്രൻ അന്തം വിട്ടു. ഒന്നുമില്ലാണ്ട് ഒരാൾ ഇങ്ങനെ ചെയ്യും. ഇതുവരെ ചെയ്തിട്ടില്ല. 1000 യാഗം നടത്തണം, എന്നാലേ ഇന്ദ്രനാവുള്ളത്. ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ വിദ്വാനെ. അങ്ങനെ ശിവനൊരു സമൻസ് അയച്ചു. തൻ്റെ ഈ സംഹാരകർമ്മം ഉണ്ടല്ലോ, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവണവരെ അസുരന്മാരെ സംഹരിക്കരുത്, ഞാനാണ് പറയണത്. ദേവന്മാരെ എത്ര വേണച്ചാലും സംഹരിച്ചോളൂ, എന്നോട് ചോദിക്കൊന്നും വേണ്ട. അത് കഴിഞ്ഞു ബ്രഹ്മാവിനാണ് തനിക്ക് വരം തന്നാളാണെന്ന് നോക്കിയില്ല ഒരു സമൻസ്. തൻ്റെ ഈ അസുര സൃഷ്ടി ധാരാളം ആയിക്കോട്ടെ, ദേവന്മാരെയുള്ള സൃഷ്ടി ഇനി ഒരു അറിയിപ്പുണ്ടാവണവരെ നിർത്തണം, ഞാൻ പറഞ്ഞ പോലെ സൃഷ്ടിച്ചാൽ മതി. അതുകൊണ്ട് അസുരന്മാർ കൂടണം, ദേവന്മാർ ഞാൻ പറയും അപ്പോൾ സൃഷ്ടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനെ നിയന്ത്രിച്ചു. വരുണനോട് പറഞ്ഞു, തൻ്റെ രത്നവും കാര്യങ്ങളും സ്റ്റോക്കൊക്കെ അങ്ങോട്ട് തന്നോളുക, തൽസ്ഥാനത്ത് നിന്ന് തന്നെ നീക്കം ചെയ്തിരിക്കണു. നീ ഞാൻ പറയുന്ന ആളാണ് സമുദ്രദേവനായിട്ട് നിൽക്കുക, വരുണനല്ല, വരുണൻ ദേവനാണല്ലോ, നീ അസുരനെ അവിടെ വെക്കുകയാണ് എന്ന് പറഞ്ഞു. സൂര്യനോട് പറഞ്ഞു, ഞാൻ പറയുമ്പോൾ ഉദിച്ചോളുക, ഉദയാസ്തമന സമയമൊന്നും നീ കലണ്ടറിലിടില്ല, അറിയിപ്പുണ്ടാവും, നാളത്തെ ഉദയം എനിക്ക് 8 മണിക്കാണ് വേണ്ട വെച്ചാൽ അത് മതി. ഇത്തിരി നേരത്തെ ഉദിച്ചിട്ട് കാര്യമുണ്ട് വെച്ചാൽ 5 മണിക്കാവും നാളെ ഉദയം, ആ സമയത്ത് ഉദിച്ചോളണം. ഭൂമിയുടെ ഭ്രമണത്തെ നിയന്ത്രിച്ചു, കാറ്റിൻ്റെ സഞ്ചാരത്തെ നിയന്ത്രിച്ചു, അഗ്നി തൻ്റെ ഇഷ്ടത്തിന് കത്തണം, ചൂട് തൻ്റെ ഇഷ്ടത്തിനാവണം, പഞ്ചഭൂതങ്ങളെ നിയന്ത്രിച്ചു, പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ചു. അതിശക്തമായിട്ടുള്ള ദുസ്സഹമായിട്ടുള്ള ഒരു ഭരണം അദ്ദേഹം കാഴ്ചവെച്ചു. ജനങ്ങൾക്കൊക്കെ വളരെയേറെ വീർപ്പുമുട്ടി. ഇപ്പം ഏത് അധർമ്മവും ഒരു പരിധി വരെ അത്രേ മുന്നോട്ട് പോകുള്ളൂ. അപ്പം ഭഗവാൻ തന്നെ അതിനൊരു തന്നെ ഒരു അറുതി വരുത്തും, ഒരു കടിഞ്ഞാണിടുന്നതാണ്, ഒരു ഫുൾ സ്റ്റോപ്പ് കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഈ ഹിരണ്യകശിപുവിന് 4 മക്കൾ ഉണ്ടായി ഈ കാലത്ത്. സംഹ്ലാദൻ, അനുഹ്ലാദൻ, ക്ലാദൻ, പ്രഹ്ലാദൻ. സംഹ്ലാദൻ പ്രാഗനുഹ്ലാദൻ ക്ലാദം പ്രഹ്ലാദമേവച. അത് 3 മക്കളും അസുര സ്വഭാവത്തോട് കൂടിയിട്ടായിരുന്നു. പ്രഹ്ലാദൻ അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുകയാണ്. ചെറുപ്പത്തിൽ തന്നെ പൂർവ്വവാസന കൊണ്ട് വിഷ്ണുഭക്തി വളരെ പ്രകടമായിട്ട് കണ്ടിരുന്നു. കയാതുവിൻ്റെ ഗർഭത്തിൽ കിടന്നിട്ട് നാരദൻ കൊടുക്കണ ഉപദേശം കേട്ടതുകൊണ്ടാണ് ഈ ഭക്തി ഉണ്ടായത്. എല്ലാറ്റിനും പൂർവ്വജന്മമായിട്ടുള്ള കാരണം ഉണ്ടാവും, ഭാഗ്യത്തിനും നിർഭാഗ്യത്തിനും ഒക്കെ ഉണ്ടാവും. അത്
എവിടെയൊക്കെയോ സ്ഥലത്ത് പറഞ്ഞ കാര്യമാണ്, എത്രയോ സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത് അറിയോ. അതുകൊണ്ടാണ് പ്രഹ്ലാദന് ഭക്തി ഉണ്ടായത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തുടർന്നുള്ള അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിന് ഉത്തമ ശ്ലോകൻ ആയിട്ടുള്ള ഭഗവാന്റെ പദാരവിന്ദത്തിലുള്ള ആർക്കും അത്ര വേഗം കിട്ടാത്ത ദുർലഭമായിട്ടുള്ള ഭക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഈശ്വരമയമായി കണ്ട് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും വേണ്ട, ഏത് സമയത്തും ഭഗവത് ചിന്തയിൽ മുഴുകി ആ സീമമായിട്ടുള്ള ഭക്തി ആർക്കും തുലനം ചെയ്യാൻ പറ്റില്ല. പ്രഹ്ലാദൻ്റെ ഭക്തിക്ക് തുല്യമായിട്ട് ഒരു ഭക്തി ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. വാസുദേവേ ഭഗവതി യസ്യ നൈസർഗീരതി. നൈസർഗികമാണ്. കാട്ടിക്കൂട്ടണ ഭക്തിയും ശരിക്കുള്ള ഭക്തിയും കണ്ട ധാരാളം അറിയാം. ഇതൊരിക്കലും അഭിനയമോ കാട്ടിക്കൂട്ടലോ പ്രത്യേക ആൾക്കാരെ കാട്ടാനോ ആയിരുന്നില്ല. നൈസർഗികമായിട്ടുള്ള ആ ഭക്തി കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. സ്വന്തം അച്ഛന് മാത്രം ഇതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആ ഭക്തിയെ ഇല്ലാണ്ടാക്കണം. പ്രഹ്ലാദനെ തൻ്റെ കൂട്ടത്തിൽപ്പെട്ട അസുര സ്വഭാവമുള്ള ബാലനാക്കണം എന്നൊക്കെ വിചാരിച്ച് ആ ഹിരണ്യകശിപു ഓരോരോ ശ്രമം നടത്തുന്നു. വിദ്യാഭ്യാസം മുതലായിട്ടുള്ള കാര്യങ്ങൾ മറ്റു സംഭവങ്ങളാണ് തുടർന്നുള്ള ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോതിയത്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.